സമുദായ നേതാക്കളുടെ വിമർശനത്തിൽ പാർട്ടിയിൽ നിന്ന് പിന്തുണ ഇല്ലെങ്കിലും നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സമുദായ നേതാക്കളെക്കുറിച്ച് മോശമായി പറയില്ലെന്ന് പ്രതികരിച്ച വി ഡി സതീശൻ എന്നാൽ വർഗീയതയ്ക്കെതിരെ പോരാടുമെന്ന് വ്യക്തമാക്കി. വ്യക്തിപരമായി രാഷ്ട്രീയ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും പ്രശ്നമില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു. സമുദായ നേതാക്കളുമായി സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്നാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം. പ്രബല സമുദായ സംഘടനാ നേതാക്കൾ വാളെടുത്ത് നിൽക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കുലുക്കമില്ല. വർഗീയതയോട് സന്ധിയില്ലെന്ന് പ്രഖ്യാപിക്കുന്ന സതീശൻ ഏതാക്രമണവും കുന്തമുനയും നേരിടാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. വർഗീയതയോട് ഏറ്റുമുട്ടി തോറ്റു നിലത്ത് വീണാൽ അത് വീരോചിത ചരമമായിരിക്കും. താൻ പറഞ്ഞത് കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാടാണെന്നും സതീശൻ വ്യക്തമാക്കുന്നു. വർഗീയതയ്ക്കെതിരായ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ഏത് ആക്രമണങ്ങളെയും ഏത് കുന്തമുനകളെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. വർഗീയതയുമായി ഏറ്റുമുട്ടി തോറ്റ് നിലത്ത് വീണാലും അത് വീരോചിതമായ ചരമമായിരിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രബല ഹൈന്ദവ സമുദായങ്ങളുമായി കൊമ്പുകോർക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ടാണ് വി ഡി സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരാൻ നേതാക്കൾ മടിക്കുന്നത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഇന്നലെ NSS ആസ്ഥാനത്ത് പോയ കൊടുക്കുന്നിൽ സുരേഷും UDF കൺവീനറായ അടൂർ പ്രകാശും ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഒഴിഞ്ഞുമാറി. പ്രതികരിച്ച KPCC അധ്യക്ഷനാകട്ടെ കരുതലോടെയാണ് മറുപടി പറഞ്ഞത്. ചില പരാമർശനങ്ങൾ വ്യക്തിപരമായിട്ടുണ്ട്. അത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ഞങ്ങൾ നല്ല സൗഹൃദം നിലനിർത്താൻ വേണ്ടി പൂർണ്ണമായിട്ടും പരിശ്രമിക്കുന്നതാണ്. പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ ചെന്നിത്തലയുടെ പ്രതികരണവും കരുതലോടെ തന്നെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSSന്റെ SNDPയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. K മുരളീധരൻ മാത്രമാണ് വി ഡി സതീശനെ പിന്തുണച്ച് രംഗത്ത് വന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.